ദൈവം നിങ്ങൾക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൽ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുന്ന മഹാമാരിയെ ഓർത്ത് ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവയിലൊക്കെ അവിടുന്ന് രക്ഷിച്ച് ഞങ്ങൾ ഓരോരുത്തരെയും പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവിക ശക്തി ഞങ്ങളെ വെളിപ്പെട്ട് നിൽക്കാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ഇന്ന് പല ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന എല്ലാവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിമനായി പെയ്തിറങ്ങണമേ. സ്വർഗീയ സാന്നിധ്യം കൊണ്ട് എല്ലാവരെയും ധന്യമാക്കണമേ. ആരാധിക്കാൻ ഞങ്ങളെയും അവിടുന്ന് വിളിച്ചു വേർതിരിച്ചതേക്കാൾ സ്തോത്രം ചെയ്യുന്നു. ആരാധനയുടെ വിശുദ്ധി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കൃപ തോന്നി കേൾക്കുന്ന പിതാവേ, ആമേൻ. ആരാധനയുടെ അനുഗ്രഹത്തിനും ദൈവനാമ മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതത്തിൽ 11-ാമത്തെ ഗീതം എന്നാത്മാവേ നിന്നെയും എന്നാരംഭിക്കുന്ന 11-ാമത്തെ ഗീതം കോയലിനോട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ലോകവും
ഭാഗങ്ങളെയും വെടിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് മുഴക്കാലുകൾ മടക്കി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനുതാപ പ്രാർത്ഥനയ്ക്കായി ആരാധനക്രമം 12-13 മുറകളിൽ കാണുന്ന അനുതാപ പ്രാർത്ഥന നമുക്ക് പ്രതിവാക്യമായി ഉപയോഗിക്കാം. ആരാധനക്രമം 12-13 മുറകൾ. വിശുദ്ധിയും കൃപയും നിറഞ്ഞ ദൈവമേ, നുറുങ്ങിയ ഹൃദയമുള്ളവർക്ക് തന്റെ രക്ഷ നൽകുന്നതിന് എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവരുമായുള്ളവരെ, അടിയാറുടെ അഭയാചനകൾ ചെവിക്കൊള്ളുവാൻ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട എല്ലാ തിന്മകളും പലവിധമായ അനുസരണക്കേടുകളും ഓർത്ത് ഞങ്ങൾ ഹൃദയം ഉറങ്ങി സങ്കടപ്പെടുന്നു. നിർമ്മലവും ഗമ്യവുമായ ചിന്തിക്കുന്നതിന് തടസ്സമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുന്ന ചിന്താകുലം, ഭയം, സംശയം, ആശങ്ക, പക എന്നീ ദോഷങ്ങളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. ഞങ്ങളുടെ ഹൃദയകാഠിന്യം, അഹങ്കാരം, ആത്മസംതൃപ്തി, ഞങ്ങൾ മനഃപൂർവ്വമായി ചെയ്തു പോയ അക്രമങ്ങൾ, ഇവയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രഹസ്യ പാപങ്ങൾക്കായും മനഃപൂർവ്വ കുറ്റങ്ങൾക്കായും ഞങ്ങൾ ക്ഷമായാചനം ചെയ്യുന്നു. ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ഈർഷ്യയും കയ്പും നിറഞ്ഞ വാക്കുകളോർത്തും ഞങ്ങളുടെ പ്രേരണകളിൽ സംഭവിച്ചിട്ടുള്ള ശണ്ഠകളോർത്തും മനുഷ്യരുടെ സ്നേഹവും സമാധാനം ഉണ്ടാക്കുന്നതിന് ലഭിച്ച നല്ല സന്ദർഭങ്ങൾ പാഴാക്കിയതോർത്തും ഞങ്ങൾ ദുഃഖിക്കുന്നു. മറ്റുള്ളവർ സഹിക്കുന്ന അന്യായങ്ങളും സങ്കടങ്ങളും കണ്ടിട്ട് അവയെ പോലും ഗണ്യമാക്കാതെ ഞങ്ങൾക്ക് ലഭിച്ച നന്മകൾ മറ്റുള്ളവരുമായി പങ്കിടാതെ ദുരുപയോഗപ്പെടുത്തിയതോർത്തും ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ കാണിച്ച അമിതമായ താല്പര്യമോർത്തും സഹോദര സ്നേഹം കൂടാതെ ജീവിച്ചതോർത്തും ഞങ്ങൾ മഹാസങ്കടത്തോടുകൂടെ അങ്ങയെ സമീപിക്കുന്നു. എപ്പോഴും കരുണാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകൾ ചെവിക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു. എങ്കിലും അവിടുത്തെ മഹാകരുണ അവയിൽ നിന്ന് അഴിച്ചുവിടണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തോളം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തോളം നമ്മോട് പകരം ചെയ്യുന്നതില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു. നിന്റെ പാപങ്ങൾ ഓർക്കുകയില്ല എന്ന് യഹോവയായ ദൈവം അരുളിച്ചെയ്യുന്നു. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരിശുദ്ധനായ കർത്താവ് നമ്മുടെ സകലവിധമായ ലംഘനങ്ങളും പാപങ്ങളും ക്ഷമിച്ചു തന്നു എന്ന വിശ്വാസത്തോടെ നാം ദിനംപ്രതി അനുഭവിച്ചു വരുന്ന എല്ലാവിധമായ സന്തോഷങ്ങളെയും ഓർത്തുകൊണ്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രഗീതം ആലപിക്കാൻ ആരാധനക്രമം 18-19 മുറകളിൽ കാണുന്ന മറിയുടെ പാട്ട് എന്ന ഭാഗം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവിന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവിടുന്ന് തന്റെ ദാസരുടെ താഴ്ചകൾ ആശിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളിലും എന്നെ ഭാഗ്യവതിയെ വാഴ്ത്തും. ശക്തനായ എനിക്ക് വലിയ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധം തന്നെ. അവിടുത്തെ
അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളിലും അറിയണമെന്ന് തന്നെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ച് ഉല്ലസിക്കും. നീ വർഷങ്ങളെ ദൈവത്തോട് വിളിച്ച് ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ഭൂമിയിൽ അതിന്റെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ ആളുകളൊക്കെയും അവനെ ഭയപ്പെടും. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗ്ഗരാജ്യം കടുകുമണിയോട് സദൃശൻ. അത് ഒരു മനുഷ്യൻ എടുത്ത് തന്റെ വയലിൽ ഇട്ട് അത് എല്ലാ വിധത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു. സ്വർഗ്ഗരാജ്യം പുളിച്ച മാവിനോട് സദൃശൻ. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ഇതൊക്കെ യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ സമയം നമ്മുടെ സഭയിലെ കൊയറംഗങ്ങൾ ഒരു ഗാനം ആലപിക്കും. അതിനുശേഷം നമുക്ക് ദൈവവചന ധ്യാനത്തിനായി ഒരുങ്ങാൻ നമുക്കെല്ലാവർക്കും ഇരിക്കുകയും ചെയ്യും.
ധ്യാനത്തിന് മുമ്പായി നമ്മുടെ സഭയിലെ സുശീല എന്ന കർത്തൃദാസി കഴിഞ്ഞ ബുധനാഴ്ച കർത്താവിൽ നിദ്ര പ്രാപിച്ചത് നമ്മളെല്ലാവരും അറിയുകയും അവരുടെ വീട്ടിൽ പോവുകയും പ്രാർത്ഥിക്കുകയും പങ്കെടുക്കുകയും ചെയ്തു എന്നതാണ്. വലിയ മാതാവിന്റെ വേർപാട് ദുഃഖിതരായിരിക്കും പ്രിയപ്പെട്ടവരോ അതും നമുക്ക് ദൈവസന്നിധി എഴുന്നേൽച്ചെന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഒരു മനുഷ്യന്റെ ആയുസ്സിന്റെ നിർണയം അവിടുത്തെ കരങ്ങളിൽ മാത്രമാണ്. അത് എപ്പോൾ വരുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്നാൽ അവിടുന്ന് വിളിക്കുമ്പോൾ മാറി നിൽക്കാൻ ഞങ്ങൾക്ക് ആവുന്നില്ല. ഞങ്ങൾക്ക് മുമ്പേ എടുക്കപ്പെട്ട വിശുദ്ധന്മാർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കർത്താവെ, ആ വിശുദ്ധ ഗണത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്ന സുശീല എന്ന ദൈവദാസിയുടെ ആത്മാവിലോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവഹിതം ഇതൊക്കെയായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒരുപാട് ശാരീരിക അസ്വസ്ഥതകളിൽ കൂടെ കടന്നുപോയ നിമിഷങ്ങൾ, എന്നാൽ അവരെ ശുശ്രൂഷിക്കാൻ ദൈവം ശക്തനായ ഭർത്താവിനെയും ശക്തരായ മക്കളെയും ദൈവം നൽകി. എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്നു. അവരെ ശുശ്രൂഷിച്ച എല്ലാ കരങ്ങളെയും അവിടുന്ന് ശക്തീകരിക്കണമേ. കർത്താവിന്റെ കരങ്ങളിൽ വിശ്രമിക്കുന്ന ഈ സമയം ഞങ്ങൾ പ്രത്യാശയോടുകൂടെ ആ അനുഭവത്തെ നോക്കിക്കാണുന്നു. ഞങ്ങൾ നിത്യതയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് മുമ്പേ എടുക്കപ്പെട്ട വിശുദ്ധന്മാരോട് ഒരുമിച്ച് സന്തോഷിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും അവിടുന്ന് നൽകി സഹായിക്കണമേ. ഇന്ന് ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന ഭവനങ്ങളിലും ഇതര ഇടങ്ങളിലും ഇരുന്ന് ആരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം ആശീർവദിക്കണമേ. തിരുവചനത്തിൽ കൂടെ ഞങ്ങളെ ശക്തീകരിക്കണമേ. പുതിയ വെളിച്ചം ഞങ്ങൾക്ക് നൽകണമേ. പുതിയ ചിന്തകളോടെ ദൈവം നൽകുന്ന രൂപാന്തരത്തോടെ ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ. അടിയാനെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. ദൈവകരങ്ങളിലേക്ക് വരവേൽപ്പിക്കുന്നു. യേശു മിശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന നല്ല പിതാവേ, ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഓണക്കാലം കൂടെ വന്നിരിക്കുന്നു. നമുക്കറിയാം, സാധാരണ ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ആഴ്ചയിൽ സൺഡേ ആരാധനയ്ക്ക് നമ്മൾ ഒരുമിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മക്കളുടെ പുതുമയാർന്ന വസ്ത്രവും അവർ അതും ധരിച്ച് നടക്കുന്ന നടത്തവും കാണാൻ ഒരുപക്ഷെ ഈ കുറച്ച് നാളുകൾ കൊണ്ട് നമ്മൾ കൊതിക്കുന്നു. ഈ ഓണത്തിന് അത് ലഭ്യമല്ല എന്ന് നമുക്ക് അറിയാം. അത് കാണാൻ കൊതിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ കൊച്ചുമക്കളൊക്കെ കൂടി വരാത്ത ഒരു ആരാധന മരവിച്ച ഒരു അന്തരീക്ഷത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അതെല്ലായിടവും അങ്ങനെ തന്നെയാണ്. അവരുടെ കളിയും ചിരിയും ഒക്കെ നമ്മൾ ഒരുമിച്ച് കണ്ടിട്ട് ഒരു 8 മാസത്തോളം ആകുമെന്ന് തോന്നുന്നു. അപ്പോ തുടർന്ന് അതിന്റെ ഭാഗ്യം നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും ഇങ്ങനെ അധികം ആഘോഷങ്ങളില്ലാതെ, അധികം ഇങ്ങനെ പർച്ചേസിന് വേണ്ടി അലയാതെ ഉള്ള ഒരു ഓണമാണ് ഈ വർഷം ആഘോഷിക്കുന്നത് എന്ന് നമുക്ക് അറിയാം. ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ വരുന്ന ഈ ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും CSI ചെങ്കൽ സഭയുടെ പേരിലുള്ള ഓണാശംസകൾ ഞാൻ ഈ സമയത്ത് നേരുന്നു. എല്ലാ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മുടെ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വെറുപ്പിനെ ഒരിക്കലും വെറുപ്പിനാൽ ഇല്ലാതാക്കാൻ കഴിയില്ല. എന്നാൽ സ്നേഹത്തിന് വെറുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയും എന്ന ശ്രീബുദ്ധന്റെ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മതബഹുലത ഒരു പുതിയ പ്രതിഭാസമല്ല. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള, ഒരുപാട് ചിന്തിക്കുന്ന
കൂടിയാണ് മതബഹുലത എന്ന് നമുക്കറിയാം. ഇന്നത്തെ വിഷയവും അത് തന്നെ. വിശ്വാസ ബഹുല സമൂഹത്തിൽ ക്രൈസ്തവ സാന്നിധ്യം എന്നതാണല്ലോ നമ്മൾ ഓരോരുത്തരും ഈ ദിവസം പഠനത്തിന് വയ്ക്കുന്ന വിഷയവും. മതബഹുലത അല്ലെങ്കിൽ വിശ്വാസ ബഹുലത ഇതൊരു പുതുമയാർന്ന ഒരു സബ്ജക്റ്റ് അല്ല, ഒരുപാട് ചിന്തിക്കുന്ന ഒരു വിഷയം കൂടെയാണ്. റിലീജിയൻ എന്ന വാക്ക്, ഇംഗ്ലീഷ് പദമായ റിലീജിയൻ എന്നതിന് അർത്ഥം മനുഷ്യനെ ഒന്നിപ്പിക്കുന്നത് എന്നാണ്. അതിനർത്ഥം മനുഷ്യനെ ഒന്നിപ്പിക്കുന്നത്. റിലീജിയോ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് റിലീജിയന്റെ പിറവി. ഒരു തത്വ സംഹിതയിലോ ഒരു ആചാര്യന്റെ പഠനങ്ങളിലോ പ്രവാചകന്റെ വാക്കുകളിലോ വിശ്വസിക്കുന്ന ആളുകൾ പിന്തുടരുന്ന ആചാരങ്ങൾ, ജീവിതക്രമങ്ങൾ, ആരാധന രീതികൾ എന്നിവയെ പൊതുവെ കുറിക്കുന്ന പദമാണ് റിലീജിയൻ അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത്. എല്ലാ മതത്തിലും സാധാരണ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തെ എങ്ങനെ ആരാധിക്കണം. ഇതൊരു പ്രധാന ഭാഗമാണ്. എല്ലാ മതത്തിലും ദൈവത്തെ എങ്ങനെ ആരാധിക്കണം. രണ്ടാമത്, ആത്മീയ ജീവിതം അനുഷ്ഠിക്കാനുള്ള ചട്ടങ്ങളും നിയമങ്ങളും ജീവിത നിഷ്ഠകളും ഒക്കെ അനുശാസിക്കുന്ന ഒരു ക്രമമുണ്ട്. ഇങ്ങനെ മതത്തിൽ രണ്ട് ഭാഗങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒന്ന്, ദൈവത്തെ എങ്ങനെ ആരാധിക്കണം. രണ്ട്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ നിയമം അനുസരിച്ച്, ചട്ടങ്ങൾ അനുസരിച്ച്, വ്യവസ്ഥയനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകണം. ഇത് മതങ്ങളിൽ, എല്ലാ മതങ്ങളിലും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സത്തയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ മതത്തിന്റെ എല്ലാം ആകത്തുക അല്ലെങ്കിൽ മതത്തിന്റെ കാമ്പെന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ദൈവത്തെ മാറ്റി നിർത്തി ഒരു മതമില്ല, എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ ദൈവമാണ് മതത്തിന്റെ കാമ്പെന്ന് പറയുന്നത്. വിവിധ മതങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട്, ധാരാളം മതങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ചില മതങ്ങളെ ഞാൻ പ്രതിപാദിക്കും. ഒന്ന്, ഹൈന്ദവ മതം. രണ്ട്, ഇസ്ലാം മതം. മൂന്ന്, ക്രിസ്തു മതം. നാല്, സിഖ് മതം. അഞ്ച്, അയ്യാവഴി മതം, നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ. ആറ്, ബുദ്ധമതം. ഏഴ്, ജൈന മതം. പ്രത്യക്ഷ രക്ഷാ സഭ എന്നൊരു മതവും. ഇങ്ങനെ വിവിധങ്ങളായ മതങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ഉണ്ട് എന്ന് നമുക്ക് അറിയാം. എല്ലാം അതിൻ്റെതായ പഠനങ്ങളും അതിൻ്റെതായ നിയമ ചട്ടങ്ങളും ഒക്കെ അതിനകത്തുണ്ട് എന്നതും സത്യമായ കാര്യമാണ്. എല്ലാ മതത്തിന്റെയും പ്രധാന ചിന്ത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം തന്നെയാണ്. ദൈവം എന്ന വാക്കിന്റെ ഉദ്ദേശം അതുകൂടെ നമ്മൾ പഠിച്ചു പോകുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിന്റെയും സൃഷ്ടാവും പരിപാലകനുമായി എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയിൽ മനുഷ്യൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. ദൈവം എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. പ്രപഞ്ചത്തെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. എല്ലാ മനുഷ്യനെയും എല്ലാ ജീവജലാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട്. ഈ ശക്തിയിലുള്ള വിശ്വാസത്തെ നമ്മൾ ദൈവമേ എന്ന് വിളിക്കുന്നു. ഗോത്ര കാലഘട്ടത്തിൽ മനുഷ്യന്റെ പ്രകൃതിയോടുള്ള ഭയത്തിൽ നിന്നുമാണ് ദൈവം എന്ന വിശ്വാസം ഉരുത്തിരിഞ്ഞത് എന്ന് നാസ്തികരും മറ്റും വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധ വിശ്വാസങ്ങൾ നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈശ്വര വിശ്വാസികൾ ദൈവത്തെ മനുഷ്യന്റെ ബുദ്ധിയിൽ പരിമിതപ്പെടുത്താൻ കഴിയില്ല. അത് പൂർണ്ണമായി നിർവചിക്കാൻ കഴിയില്ല. ദൈവത്തെ ആരെങ്കിലും അങ്ങനെ പൂർണ്ണമായി നിർവചിച്ചിട്ടുണ്ടോ? മനുഷ്യന്റെ ഈ ചെറിയ ബുദ്ധിക്കകത്ത് പരിമിതപ്പെടുത്താൻ ദൈവം എന്ന വിഷയത്തെ പറ്റില്ല എന്നും സർവ നന്മകളുടെയും പൂർണ്ണ ഭാവമാണ് ദൈവമെന്നും ഈശ്വര വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് സത്യമായ സംഗതിയാണ് എന്ന് നമുക്ക് അറിയാം. കാരണം ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമുള്ള മൺതരിയിൽ
ഒരുപാടുണ്ട് എന്ന് നമുക്ക് അറിയാം. മതം എന്നാൽ മറ്റ് അർത്ഥം കൂടെ നമ്മൾ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും. നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന അല്ലെങ്കിൽ ഒരു അഭിപ്രായത്തിൽ കൂടുന്ന ഒരു വ്യവസ്ഥയിൽ അതിന്റെ പിന്നിലുണ്ടെങ്കിൽ മതം എന്നതിന് അർത്ഥം മറ്റർത്ഥങ്ങൾ കൂടെ പറയുന്നുണ്ട്. അഭിപ്രായം എന്നും ധർമ്മം എന്നും മതത്തിന് അർത്ഥങ്ങൾ ഉണ്ട്. വിവിധ മതങ്ങൾ ദൈവത്തെ പറ്റി പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഓരോ സംസ്കാരം രൂപം കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിൽ നമുക്കറിയാം, അതിന്റെ പിന്നിൽ മതമുണ്ട്, താത്വികന്മാരുണ്ട്, എഴുത്തുകാരുണ്ട്. ഇതെല്ലാം ഓരോ സംസ്കാരം രൂപം കൊണ്ടിരിക്കുന്നതിന് പിന്നിലുണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനപരമായ ഗ്രന്ഥങ്ങളുമുണ്ട്. അതെല്ലാ മതങ്ങളിലുമുണ്ട്. ഗ്രന്ഥങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. അത് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു സംഭവം കൂടെയാണ്. എല്ലാ മതഗ്രന്ഥങ്ങൾക്കും പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട്. ഒന്ന് കുടുംബബോധമാണ്, രണ്ട് നിയമബോധം, മൂന്ന് സദാചാരബോധം, നാല് സാമൂഹിക ബോധം. ഇവ വളർത്താനാണ് ഗ്രന്ഥങ്ങൾ നിലനിൽക്കുന്നത്. അതിൽ പ്രധാനമായി പറയുന്നത് കുടുംബബോധമാണ്. കുടുംബബോധം അത് ദൈവികമായ ഒരു നന്മയാണ് എന്ന് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ ഗ്രന്ഥങ്ങളും പ്രധാനമായി പഠിപ്പിക്കുന്നുണ്ട്. വേദപുസ്തകം പഠിക്കുമ്പോൾ തന്നെ മനുഷ്യനെ ഉണ്ടാക്കി അതിനുശേഷം ഇവൻ ഒറ്റയ്ക്കായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടിട്ട് അവനെ കുടുംബമാക്കാനായി ദൈവം തീരുമാനിച്ചു. അപ്പോൾ അവനുണ്ടായ സന്തോഷം, ആ കുടുംബ ബോധത്തെ കുറിച്ച് വേദപുസ്തകം ആദ്യമേ പറഞ്ഞു വരുന്നു, ഗ്രന്ഥങ്ങൾ അങ്ങനെ പറഞ്ഞു വരുന്നു. രണ്ട് നിയമബോധം. എന്താണ് പാപം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നിയമലംഘനം, ക്രമഭംഗമാണ് പാപം. അപ്പോ നിയമങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഓരോ ഗ്രന്ഥത്തിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. എല്ലാ നിയമങ്ങളും സാന്മാർഗിക കാര്യങ്ങളിലേക്ക് നയിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. മൂന്നാമത് സദാചാരബോധമാണ്. എങ്ങനെ നടക്കണം, എങ്ങനെ നടക്കരുത്, ഇതൊക്കെ ഒരു സദാചാരബോധത്തിലുള്ളതാണ്. സദാചാരബോധം ഗ്രന്ഥങ്ങളിൽ വഴി ലക്ഷ്യമിടുന്നുണ്ട്. നാല് സാമൂഹിക ബോധമാണ്. ഇങ്ങനെ ചില ബോധ്യങ്ങൾ മതഗ്രന്ഥങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. മറ്റൊരു കാര്യം, വേദാന്ത ദർശനത്തിൽ സുപ്രധാനമായ ഒന്നാണ് അദ്വൈതം. ഇതൊരു ഫിലോസഫിയാണ്, അദ്വൈത ഫിലോസഫി എന്ന് നമുക്കറിയാം. അദ്വൈതം എന്ന് പറഞ്ഞാൽ ദ്വൈതം അല്ലാത്തത്, ദ്വൈതമല്ലാത്തത്, രണ്ടല്ലാത്തത് എന്ന് പഠിപ്പിക്കുക. മനുഷ്യനും ദൈവവും ഒന്നാകുന്ന ഒരു പ്രക്രിയയാണ് അദ്വൈതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യനും ദൈവവും ഒന്നാകുന്ന രീതിയാണ്, അത് ആരാധനകളാണ് എന്നൊക്കെ ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്നാകുന്ന ഭാവം, തത്വമസി എന്നത് ഇതിന്റെ അടിസ്ഥാന വേദവാക്യമാണ് എന്ന് നമുക്കറിയാം. ചില ഇങ്ങനെ ഹിന്ദി മാത്രമാണ് ഈ വിഷയവുമായി നൽകി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. തത്വമസി ഇതിന്റെ അടിസ്ഥാന ഒരു വേദവാക്യമാണ്. അതിനർത്ഥം അത് നീയാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ശബരിമലയിൽ ഈ വാക്യം കാണാനായിട്ട് കഴിയും. തത്വമസി ശ്രീ ശങ്കരാചാര്യനാണ് അദ്വൈത വേദാന്ത ദർശനത്തിന് വളരെയേറെ സ്വീകാര്യത നേടിക്കൊടുത്തത് എന്ന് നമുക്കറിയാം. എന്നാൽ അദ്വൈത ഫിലോസഫി അദ്ദേഹം അല്ല അതിന്റെ ഗ്രന്ഥകർത്താവ് അല്ലെങ്കിൽ ഉപജ്ഞാതാവ് എന്ന് നമുക്കറിയാം. അതിന്റെ ഉപജ്ഞാതാവ് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ഗുരുവായിരുന്ന ഗൗഡപാദരാണ് അദ്വൈത ഫിലോസഫിയുടെ ഉപജ്ഞാതാവ്. വിശ്വാസമനുസരിച്ച് ദൈവശാസ്ത്രജ്ഞന്മാർ ദൈവത്തിന് പല സ്വഭാവം കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും 6 സ്വഭാവങ്ങൾ ദൈവത്തിന് ഉണ്ടാകണം എന്ന് കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഒന്ന്, ദൈവം സർവജ്ഞാനിയായിരിക്കണം. സർവജ്ഞാനിയാണ് ദൈവം. രണ്ട്, സർവശക്തനാണ് ദൈവം. സർവജ്ഞാനിയാണ്, സർവശക്തനാണ്. മൂന്ന്, സർവവ്യാപിയാണ്. എല്ലാ ഇടങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ഒരു സർവവ്യാപിയാണ് ദൈവം. നമ്മൾ ഭൂമിയിൽ നിൽക്കുമ്പോൾ അതേ സമയം തന്നെ ദൈവം
ദൈവശാസ്ത്രജ്ഞന്മാരും ഇതിനെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് പല സ്വഭാവങ്ങൾ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ച് മനുഷ്യന്റെ കാഴ്ചപ്പാട് പലതാണ്. അതിൽ ഒരു രീതി പറയാൻ ഉദാഹരണമായി നമുക്കറിയാം, സ്വർണത്തിന്റെ നിറം. ഭൂരിഭാഗമായി സ്വർണത്തിന്റെ നിറം കാണുന്നത് എന്താണ്? ഏത് കളറാണ്? മഞ്ഞ നിറമാണ്. മഞ്ഞ നിറമാണ് സ്വർണത്തിന്റെ. എന്നാൽ ഇപ്പോ നമുക്കറിയാം, മഞ്ഞ നിറം എന്ന് മാത്രമല്ല, പിന്നെ എന്ത് നിറമുണ്ട്? വെള്ളി നിറത്തിലും സ്വർണ്ണമുണ്ട്. വെള്ളി നിറത്തിലും മറ്റ് നിറങ്ങളിലൊക്കെ സ്വർണ്ണമുണ്ടെങ്കിലും മഞ്ഞ നിറത്തിലാണ് ഭൂരിഭാഗം സ്വർണം കാണുന്നത്. ആയുർവേദം ഇതിനെ മരുന്നായിട്ട് കാണും. സ്വർണത്തെ ആയുർവേദം മരുന്നായിട്ട് കാണും. സയൻസ് ഇത് രാസപരിണാമങ്ങൾക്ക് വഴങ്ങാത്ത ഒരു സ്ഥിര ലോകമായിട്ട് കാണുന്നു. സാധാരണക്കാർ പൊതുവെ ഇതെന്തായിട്ട് കാണുന്നു? ആഭരണമായിട്ട് കാണുന്നു. എന്നാൽ കച്ചവടക്കാർ ഇതിന്റെ മൂല്യം, ഇതിന്റെ വിലയാണ് കാണുന്നത്. ഈ പറഞ്ഞതിൽ ഏതാണ് ശരി? ഈ പറഞ്ഞതിൽ സ്വർണം എന്നത് ഏതാണ് ശരി? എല്ലാം എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. എല്ലാം ശരി തന്നെയാണ്. കച്ചവടക്കാരൻ പറയും, ഞാൻ പറഞ്ഞതാണ് ശരി, അതിന്റെ മൂല്യമാണ് ശരി. സാധാരണക്കാർ പറയും, ഞാൻ അണിയാനുള്ളതാണ്, അതാണ് ശരി. എന്നാൽ സയൻസ് പറയും, ഇത് രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമാകാൻ കഴിയാത്ത ഒരു ലോകമാണ്, സ്ഥിര ലോകമാണ്, ഇതാണ് സ്വർണം എന്ന് പറയും. അതാണ് ശരി എന്ന് പറയും. എന്നാൽ ആയുർവേദം പറയും, ഇതൊന്നുമല്ല, ഇത് മരുന്നാണ്. എന്നാൽ നമുക്കറിയാം ഇതെല്ലാം എന്താണ്? ശരിയാണ്, ശരിയാണ്. അപ്പൊ നമ്മൾ വിവിധ മതങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു സത്യം നമ്മൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കണം. എല്ലാ മതങ്ങളിലും പറയുന്നത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ യഥാർത്ഥമായുള്ള ഗ്രന്ഥങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യത്വത്തിലേക്ക് വരുന്നത്. അവന്റെ ഉള്ളിൽ ഉറഞ്ഞു കിടപ്പുള്ള മനുഷ്യൻ എന്ന ഭാവം പൊന്തി വരുന്നത് ഈ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോഴാണ്. ഇത് പഠിക്കാത്തതാണ് മതങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഭാവം കൂടെ മനുഷ്യനിലുണ്ട്. എന്താണ് മതം? നാരായണ ഗുരു നമ്മുടെ കേരളത്തിന്റെ ഒരു ഗുരുവാണ് എന്ന് നമുക്കറിയാം. നാരായണ ഗുരു ആത്മോപദേശ ശതകത്തിൽ അതിന്റെ 4-ാം പദ്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: പലമത സാരവും ഏകമെന്ന് പാരാതുലകിലൊരാനയിലൊരന്തരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ പാമരന്മാർ അനവത് കണ്ട് അലയാതാർന്നിടയണം. അദ്ദേഹം ആത്മോപദേശത്തിൽ 44-ാം പദ്യത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു ചെറിയ ഭാഗമാണ്. ഇതിനർത്ഥം പല മതസാരവും ഏകമെന്ന്, പല മതങ്ങളും പല കാലങ്ങളിൽ ഉണ്ടായതാണ്. അതുകൊണ്ടാണ് പല മതങ്ങളായി നിലനിൽക്കുന്നത്. യഥാർത്ഥത്തിൽ അവയുടെ സാരം എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ അർത്ഥമാണ്. സാരം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും യഥാർത്ഥ? അത് കുഞ്ഞു പിള്ളേരല്ലേ, കുറച്ചുപേരല്ലേ നമ്മളുടെ കൂടിയിരിക്കുന്നത്. എങ്കിലും ഇത് കേൾക്കുന്ന മറ്റനേകരുണ്ട്. സാരം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, അത് സൂചിപ്പിക്കുന്നത് അതിന്റെ ലക്ഷ്യം എന്നതാണ്. ലക്ഷ്യമാണ് ആ വാക്കിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ആശയത്തിന്റെ സാരം എന്ന ആശയം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്, അതാണ് ഇതിന്റെ. ഇപ്പോ ഇവിടെ പറയുന്നത് പല മതസാരവും ഏകമെന്ന്. എല്ലാ മതങ്ങളും ലക്ഷ്യം വയ്ക്കുന്നത്, അതിന്റെ സാരം എന്ന് പറയുന്നത് എന്താണ്? ഒന്നാണ്. ഇതാണ് നാരായണ ഗുരു പഠിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇങ്ങനെ അലയുന്ന, ഇത് കണ്ടെത്താൻ വേണ്ടി അലയുന്ന അന്ധർ കണ്ട
കാഴ്ചയുള്ളവരാണ്. അദ്ദേഹം ചോദിച്ചു, എന്താ നിങ്ങളുടെ ഇങ്ങനെ ബഹളത്തിന് കാര്യം? പറഞ്ഞു, ആനയെ കാണാൻ നിങ്ങൾ പോയതാണ്. ഞാൻ തൊട്ടതാണ്, ആന തൂണ് പോലെയാണ് ഇരിക്കുന്നത്. ഞാൻ അതിനെ സ്പർശിച്ചതാണ്. ആന പൈപ്പ് പോലെയാണ്, ആന മുറ പോലെയാണ്, ആന ചൂല് പോലെയാണ്, തർക്കം മൂത്ത് നിൽക്കുകയാണ്. എന്നാൽ ഈ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളെല്ലാം ആനയെ കണ്ടത് എങ്ങനെയാണ്? ഭാഗികമായി മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ, പൂർണ്ണമായി കണ്ടില്ല. ഈ ഭാഗ
ഉണ്ടാകുന്നത്. അവന് ഇങ്ങനെ ഒരു അഭ്യാസം ഉണ്ടോ ഇല്ലയോ ഓരോ ആർക്കും അറിയില്ല. അങ്ങനെ നടക്കും. ഇതാണ് മതത്തിന്റെ കാര്യത്തിലുണ്ട്. മത ഭ്രാന്തന്മാർ മത മൗലികവാദത്തിലേക്ക് പോകും. ഇങ്ങനെ വാദപ്രതിവാദങ്ങളൊക്കെ നടത്തി മൗലികവാദത്തിലേക്ക് പോകും. പിന്നെ അത് പോയി നിൽക്കുന്നത് ഏതിലാശം നിൽക്കുന്നത് ടെററിസ്റ്റിലേക്കാണ്, ഭീകരവാദത്തിലേക്കാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് പോകുന്നെങ്കിൽ അത് അപകടം പിടിച്ച പണിയാണ്. ആ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് അതിന്റെ യഥാർത്ഥ ഗ്രന്ഥങ്ങൾ പഠിക്കുക, അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവൻ ശാന്തനാകും. കടലിൽ നീന്തുന്ന ഒരു മനുഷ്യനെ പോലെ. കരയിലാണ് എന്തോന്ന് ഇത്രയും ഓളം കാണുന്നത് കരയിലാണ്. എന്നാൽ കുറച്ചുകൂടെ അകലങ്ങളിലേക്ക് പോകുമ്പോൾ കടൽ എന്തോന്നാണ് പറയുന്നത്? കടൽ ശാന്തമാണ്. നമ്മൾ പറയും കടലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഓളമാണ്. പക്ഷെ കടൽ കണ്ടവൻ പറയും, കടലിനെ ആസ്വദിച്ചവൻ പറയും, കടലിനെ പൂർണ്ണമായി പഠിച്ചവൻ പറയും അത് കരയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ചകലെ പോകുമ്പോ പിന്നെ അങ്ങോട്ട് ശാന്തമാണ്. ഇതാണ് മതത്തിന്റെ കാര്യങ്ങൾ. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് മതമായിരുന്നാലും അത് തന്നെ. മതത്തിന്റെ ഗ്രന്ഥങ്ങൾ പഠിക്കുക, അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക. ഏത് മതവിശ്വാസിയായിരുന്നാലും അവൻ എന്തായിത്തീരും? അവൻ ശാന്തനായിത്തീരും. ഇതാണ് ഗ്രന്ഥങ്ങൾ വഴി നമുക്ക് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, നമ്മൾ ഒരു കാര്യം കൂടെ പ്രധാനമായി മനസ്സിലാക്കണം. ഇന്ത്യയെ കുറിച്ചൊക്കെ നമ്മുടെ ഭാരതത്തിൽ നിൽക്കുന്നുണ്ട്, അത് പറയാതെ പോകുന്നത് ഇതിലൊരു ശരിയുള്ള കാര്യമാണ്. വ്യത്യസ്ത മതത്തിൽപ്പെട്ട, വ്യത്യസ്ത ജാതിയിൽപ്പെട്ട, വ്യത്യസ്ത ഭാഷകളിൽപ്പെട്ട, വ്യത്യസ്ത വേഷങ്ങളിലും വ്യത്യസ്ത നിറങ്ങളിലും പെട്ട 29 സംസ്ഥാനങ്ങളിലും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 22 ഔദ്യോഗിക ഭാഷകളിലും ഔദ്യോഗിക ഭാഷയില്ലാത്ത മറ്റനേകം ഭാഷകളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഭക്ഷണ വ്യത്യാസങ്ങളും ഇങ്ങനെ വ്യത്യസ്തരായ ആളുകൾ താമസിക്കുന്ന ഒരു നാടാണ് ഏത്? നമ്മുടെ ഇന്ത്യ. ഇവിടെ എല്ലാവരും എന്താണ് ഇവിടെ എല്ലാവരും ഏകോദര സഹോദരങ്ങളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരുപാട് മതങ്ങളുണ്ടെങ്കിലും, ഒരുപാട് ഭാഷകളുണ്ടെങ്കിലും, ഒരുപാട് വർണ്ണങ്ങളുണ്ടെങ്കിലും, ഒരുപാട് ജീവിത ക്രമങ്ങളിൽ മാറ്റമുണ്ടെങ്കിലും ഇന്ത്യക്കാർ എന്ന് പറയുന്നത് ഏകോദര സഹോദരങ്ങളാണ്. അതുകൊണ്ട് ഭാരതീയ സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത് തന്നെ നാനാത്വത്തിൽ ഏകത്വം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ്. വിദേശികളെ ഒരുപാട് അമ്പരപ്പിച്ച ഒരു കാര്യവും ഇത് തന്നെയാണ്. ഇന്ത്യയിൽ വരുമ്പോൾ ഒരുപാട് ഭാഷയുണ്ട്, ഒരുപാട് വർണ്ണങ്ങളിൽപ്പെട്ടവരാണ്. പക്ഷെ ഇവരെല്ലാം ഒന്നായി നിൽക്കുന്നു, ഒരു കുടക്കീഴിൽ നിൽക്കുന്നു. ഇത് ഒരുപാട് വിദേശികളെ അമ്പരചുംബികളാക്കിയ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. നാം നമ്മുടെ വൈവിധ്യമാർന്ന ജീവിത രീതിയെയും പാരമ്പര്യത്തെയും എപ്പോഴാണോ ബഹുമാനിക്കുന്നത് അപ്പോൾ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും വികാരം കൂടുതൽ വികസിക്കും എന്നതാണ് സത്യം. ഒന്നുകൂടെ ഈ കാര്യം ഞാൻ ആവർത്തിച്ച് പറയട്ടെ. നാം നമ്മുടെ വൈവിധ്യമാർന്ന ജീവിത രീതിയെയും പാരമ്പര്യങ്ങളെയും എപ്പോഴാണോ ബഹുമാനിക്കുന്നത് അപ്പോൾ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും വികാരം കൂടുതൽ നമ്മിൽ വികസിക്കും. അത് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്ന് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ വായിച്ചത്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് ചെറിയ ഈ ഭാഗത്ത് നിന്ന് ചെറിയൊരു വ്യാഖ്യാനം കൂടെ പറഞ്ഞ് ഇന്നത്തെ വിഷയം നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ വേദഭാഗത്തിൽ ചെറിയൊരു കടുകുമണിയെ കുറിച്ചും പുളിപ്പിക്കാൻ ഉപയോഗിച്ച അല്പമാവിനെ കുറിച്ചും ഒക്കെ പറയുന്ന 2 ഉപമകളാണ് ഈ 4 വാക്യങ്ങളിൽ ഉൾച്ചേർന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ചെറിയൊരു കടുകുമണി
പഠിപ്പിക്കുന്നത്. ചെറിയ തുടക്കമായിരിക്കാം, പക്ഷെ അത് മഹാപ്രസ്ഥാനങ്ങളായി വളരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ വലിയ അല്ലെങ്കിൽ ചെറിയൊരു ശതമാനമായിരിക്കാം നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത്. എന്നാൽ അതിന്റെ ശക്തി എന്ന് പറയുന്നത് തടുക്കാവുന്നതിലും അപ്പുറമായിരിക്കും എന്ന് നമുക്കറിയാം. ചെറിയ ചെറിയ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ചെറുതായിട്ട് കാണാം, പക്ഷേ അതിന്റെ ശക്തി തടുക്കാവുന്നതിലും അപ്പുറമാണ്. ഇതാണ് കടുകുമണിയെ കുറിച്ച് കർത്താവ് പറയുന്ന ഉപമയുടെ സാരം. പ്രത്യക്ഷത്തിൽ നിസ്സാരം എന്ന് തോന്നുന്നവ വലുതാകുന്ന വൃക്ഷത്തിന്റെ അവസ്ഥയാണ് എന്ന് യേശു കർത്താവ് പഠിപ്പിക്കുന്നു. ഇവിടെ കടുകുമണിയും മരവും ഒന്ന് തന്നെയാണ്, അത് ക്രിസ്തു തന്നെയാണ്. ഈ ചെറുതായി എന്ന് കാണുന്ന ഈ ക്രിസ്തു ദൈവരാജ്യം, ക്രിസ്തുവിലെ ദൈവരാജ്യം ഭാവിയിൽ എന്തായി നിൽക്കും? വലിയൊരു മരമായി നിൽക്കും, വലിയൊരു മരമായി നിൽക്കും. അതിന്റെ അല്പഭാഗത്തിലൂടെ നമുക്ക് വരാം. എന്നാൽ പുളിച്ച മാവിനെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ. ഒരു ചെറിയ പ്രസ്ഥാനത്തിന് സമൂഹം മുഴുവൻ സ്വാധീനമാകും എന്നത് ഈ പുളിച്ച മാവിന്റെ ഉപമയുടെ സാരമാണ്. ചിലപ്പോൾ ചെറിയ പ്രസ്ഥാനമായിരിക്കും, പക്ഷെ സമൂഹം മുഴുവൻ ആ സ്വാധീന വലയത്തിനകത്ത് ആവും. ഇതാണ് ക്രിസ്തു ഈ ഉപമയിൽ കൂടെ വ്യക്തമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഒരു വടവൃക്ഷമാണെങ്കിൽ ക്രിസ്തുവിന്റെ മനസ്സിൽ ഏത് മതങ്ങളിലുള്ളവർക്കും ചേക്കേറാൻ പറ്റിയ ഒരു ഇടമായി ക്രിസ്തു പറയുകയാണ്. വൃക്ഷത്തിൽ വിവിധ പക്ഷികൾ കൂട് കിട്ടുന്നത് പോലെ നമുക്കറിയാം, വടവൃക്ഷം നിൽക്കുമ്പോ അതിനകത്ത് ഒരിനം പക്ഷി മാത്രമല്ല വന്ന് കൂടുണ്ടാക്കുന്നത്. അതിനകത്ത് കഴുകൻ കൂടുണ്ടാക്കും, പരുന്ത് കൂടുണ്ടാക്കും, കാക്ക കൂടുണ്ടാക്കും. ഇതിന്റെ എല്ലാ മധ്യത്തിൽ കൂടെ ചെറിയ കിളിക്കുഞ്ഞുങ്ങൾ കൂടുണ്ടാക്കും. ഇങ്ങനെ എല്ലാ പക്ഷികളും, എല്ലാ തരം പക്ഷികളും ഇതിന്റെ കൂടെ വവ്വാലുകൾ ചേക്കേറാനുള്ള, ഇങ്ങനെ എല്ലാ പക്ഷികളും ചേക്കേറാൻ പാകത്തിൽ ഈ മരം വികസിക്കും. പ്രിയ ദൈവമക്കളെ, ക്രിസ്തു ഈ ദൈവരാജ്യത്തെ വിഭാവനം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ക്രിസ്തുവാകുന്ന കടുകുമണിയിൽ കൂടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ നാമ്പ് അത് ദൈവരാജ്യമായി പരിണമിക്കും. ആ ദൈവരാജ്യത്തിൽ ഒരു മതത്തിലുള്ളവർക്ക് മാത്രമല്ല പ്രവേശനമുള്ളത്, പിന്നെ എല്ലാ മതത്തിലുള്ളവർക്കും, എല്ലാ വിശ്വാസ സമൂഹങ്ങൾക്കും അതിനകത്ത് പ്രവേശനമുണ്ട് എന്ന് ക്രിസ്തു പഠിപ്പിക്കുന്ന ഭാഗമാണ് ഈ ഭാഗം. പുളിച്ച മാവും അത് തന്നെയാണ് പറയുന്നത്. കുറച്ച് മാവാണ്, അല്പമാവാണ്, പക്ഷേ ഇത് 3 പറ മാവ് അല്ലെങ്കിൽ 3 ഇടങ്ങഴി മാവ്. അതിനെ കുറിച്ച് പറയുന്നത് ഏകദേശം 150 പേർക്ക് വിളമ്പാൻ കഴിയുന്ന അപ്പം ഉണ്ടാക്കാനുള്ള മാവ് എന്നാണ് ആ 3 ഇടങ്ങഴി മാവ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ അല്പ പുളിമാവ് ചേർക്കുമ്പോൾ ആ മാവിനെ മുഴുവനായി അത് പുളിപ്പിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഈ പുളിമാവ് ചെറുതാണ്, നിസ്സാരമായി തോന്നാം, പക്ഷേ ഇത് ലോകത്തിലേക്ക് വന്നു. ഇന്ന് ഈ ലോകത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാം. ഞാൻ ഈ വിഷയത്തെ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചെറിയ കടുകുമണി വലിയ വൃക്ഷമായി തീരുന്നത് പോലെ യേശുവിൽ ആരംഭിച്ച ദൈവരാജ്യ പ്രഘോഷണം എല്ലാ അതിരുകളെയും ഭേദിച്ച് ഇങ്ങനെ നിശബ്ദമാക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു യാത്രയെ നിശബ്ദമാക്കുന്ന അതിരുകളെ ഭേദിച്ചുകൊണ്ട് ആശ്ചര്യമായ ഒരു വളർച്ചയിലേക്ക് ദൈവരാജ്യം വളരും എന്നതിനെ വിഭാവനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ ഈ പഠിപ്പിക്കൽ. പ്രിയ ദൈവമക്കളെ, മതബഹുല സമൂഹത്തിൽ ക്രിസ്തു എങ്ങനെയാണ്, അല്ലെങ്കിൽ ക്രിസ്തീയത എങ്ങനെയാണ് എന്നത് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഭാവമാണ്. ഈ വിഷയം ഞാനിവിടെ നിർത്തട്ടെ. ദൈവവചനമാകുന്ന വിത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവശക്തിയെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ദൈവവചനമാകുന്ന വിത്തിലൊളിഞ്ഞ
ദൈവശക്തി അത് ശക്തി തന്നെയാണ്. അത് തോൽപ്പിക്കാനായിട്ട് നമുക്ക് ആർക്കും ആകില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സാരമില്ല. എല്ലാ മതഗ്രന്ഥങ്ങളിലും അവരവർക്കുള്ള സാന്മാർഗികത്തെ കുറിച്ച്, ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇത് പഠിക്കുന്നവർക്ക് നമുക്ക് ശാന്തമായി ജീവിക്കാൻ കഴിയും. ഇവിടെ ഏകോദര സഹോദരങ്ങളായി ജീവിക്കാനായിട്ട് കഴിയും. അങ്ങനെ ഒരു വർണ്ണപ്പവിട്ടാർന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് നമുക്ക് അറിയാവുന്ന കാര്യം. അങ്ങനെ നല്ല അനുഭവത്തിലേക്ക് ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ മതത്തിലുള്ളവരും സഹോദരങ്ങളാണ് എന്ന ബോധ്യത്തോടുകൂടെ ജീവിക്കാൻ മതഭ്രാന്തല്ല നമുക്ക് ആവശ്യം. അങ്ങനെ ഒരു നല്ലൊരു പഠനത്തിലേക്ക് ഇന്നത്തെ സമൂഹം പോകാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടും ഒപ്പം നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളാണ് എന്നതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആഘോഷിക്കുന്ന ഈ ഓണ ആഘോഷത്തെ നമുക്കും പങ്കുചേരാനും ആ നന്മയുടെ ഭാവം വളർത്തിയെടുക്കാൻ നമുക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടെ ഓണാശംസകൾ നേർന്നുകൊണ്ട് അല്പസമയത്തെ ധ്യാനത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മൾ കേട്ടതിന്റെ, ചിന്തിച്ചതിന്റെ, പഠിച്ചതിന്റെ നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിലൂടെ ആരാധനക്രമം 22 ആരാധനക്രമം 22. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടെ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന് കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം എഴുന്നേറ്റു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെ മരിച്ചവരെ ന്യായവിധിക്കാരൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. വിശുദ്ധന്മാരുടെ സംഘത്തിൽ, വിശുദ്ധന്മാരുടെ സംസർഗത്തിൽ, പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധി നമ്മെ തന്നെ വിനയപ്പെടുത്താൻ നമ്മുടെ വഴികാരികൾ ദൈവസന്നിധിയിൽ മടക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം ചിന്തിച്ച് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മതഭ്രാന്ത്, മതമൗലികവാദത്തിലേക്ക്, പിന്നെ ടെററിസ്റ്റ് തീവ്രവാദത്തിലേക്ക് നയിക്കുന്നു. അതല്ല നമുക്ക് ആവശ്യം. ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിൽ പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥത്തെ പഠിക്കുക, അടിസ്ഥാന ഗ്രന്ഥത്തെ പഠിക്കുക. കടലിനെ പോലെ ശാന്തമായി ജീവിക്കാൻ കഴിയും. കടലിന്റെ അകലങ്ങളിലേക്ക് പോകുന്ന സഞ്ചാരി കണ്ടെത്തുന്നത് കടൽ ശാന്തമാണ്. കരയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരവങ്ങളൊന്നും അവിടെ വളരെ ശാന്തമാണ്. ഈ ശാന്തതയിലേക്ക് വിളിക്കപ്പെട്ടതാണ് മതഗ്രന്ഥങ്ങൾ. എന്നാൽ അജ്ഞതയാണ് നമ്മെ പലപ്പോഴും തമ്മിലടിപ്പിക്കുന്നത്. മനുഷ്യനെ വിഘടിപ്പിച്ചില്ല, എന്നാൽ സ്വാർത്ഥത മനുഷ്യനെ വിഘടിപ്പിച്ചു. നമ്മുടെ സ്വാർത്ഥതകളെ വെടിഞ്ഞ് നമ്മളെല്ലാം ഏകോദര സഹോദരങ്ങളാണ്. നമ്മളെല്ലാം ഒന്നാണ്. രണ്ടല്ല ഒന്ന് എന്ന അദ്വൈത ഫിലോസഫി, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഒന്നായി ജീവിക്കാൻ മനുഷ്യർ ഒന്നാണ്, ദൈവം ഒന്നാണ്.
ദൈവാത്മാവ് ഞങ്ങളെ സദാ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ദൂതന്മാരെ അയച്ച് ഞങ്ങളെ കാവൽ ചെയ്യുന്നവേ അപ്പ. കർത്താവേ, അവിടുന്ന് നൽകുന്ന ദിവ്യ അനുഗ്രഹം സ്വീകരിക്കാൻ ഞങ്ങളെ പ്രാപ്തമാക്കണമേ. ശാന്തമായി സമാധാനമായി ജീവിക്കാൻ ദൈവം കൃപയാക്കണമേ. കർത്താവ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് തന്നെ ഇവിടെ നടക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യാചിക്കുന്നു. ഞങ്ങളുടെ ഇഷ്ടങ്ങളൊന്നുമല്ല, ദൈവത്തിന്റെ ഇഷ്ടം ഞങ്ങളിൽ നിറവേറാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. കർത്താവെ, വിവിധ പ്രാർത്ഥനാ വിഷയങ്ങളോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന എല്ലാവരെയും കർത്താവ് ആശീർവദിക്കണമേ. എല്ലാ സഭകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകളെയും നയിച്ചുകൊണ്ടിരിക്കുന്ന മേലധ്യക്ഷന്മാരെ ദൈവം കാത്തുകൊള്ളണമേ. കർത്താവെ, ഈ മേലധ്യക്ഷന്മാരെ ക്രിസ്തു അവിടുന്ന് വഹിച്ചു കൊള്ളണമേ. ക്രിസ്തുവിന്റെ ഭാവം തന്നെ എല്ലാവർക്കും ഉണ്ടാകാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യാചിക്കുന്നു. ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ, ദൈവത്തെ ആരാധിക്കുന്നവർ, വാസ്തവമായി ദൈവികരായി തന്നെ ഈ ലോകത്ത് ശോഭിക്കാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. കർത്താവെ, മനസ്സിലെ ഈർഷ്യയും കൈപ്പുകളും ഇതൊക്കെ മാറ്റി നിർത്തി കർത്താവുമായുള്ള ബന്ധത്തിൽ ഒരുമയോടെ കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉള്ള നന്മകൾ ചെയ്തുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ എല്ലാവർക്കും അവിടുന്ന് കൃപ നൽകണമേ. പരിശുദ്ധനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും ഫലമർപ്പിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. മക്കളെ കാത്തുകൊള്ളണമേ, ശക്തീകരിക്കണമേ. ദോഷങ്ങളിലൊന്നും അകപ്പെടാതെ വണ്ണം ദൂതന്മാരെ ശക്തീകരിക്കണമേ. മാനസികമായും ശാരീരികമായും വേണ്ടുന്ന ആരോഗ്യവും നന്മകളും ദൈവം നൽകണമേ. കർത്താവ് തന്നെ നല്ല അവബോധത്തിൽ ഓരോ കുഞ്ഞുങ്ങളെയും അവിടുന്ന് പരിപാലിക്കണമേ, അവിടുന്ന് വളർത്തണമേ, നയിച്ചുകൊണ്ടിരിക്കണമേ. വളർന്നുകൊണ്ടിരിക്കുന്ന യുവ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ. കർത്താവെ, ഉപജീവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. കുടുംബജീവിതം ആകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവ് അനുഗ്രഹിച്ച് കുടുംബജീവിതം ആരംഭിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, തലമുറ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവമേ, ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം അവിടെ നൽകണമേ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ദൈവാത്മാവ് പരിമിതമായി പ്രിയപ്പെട്ടു അവിടുത്തെ മക്കളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും കർത്താവ് മാനിക്കുകയും സന്താന സൗഭാഗ്യങ്ങൾ നൽകി ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യാചിക്കുന്നു. എല്ലാവരെയും കർത്താവ് ആശീർവദിക്കണമേ. കുടുംബമായി കഴിയുന്ന എല്ലാവർക്കും സ്വസ്ഥതയും സമാധാനവും ദൈവം നൽകണമേ. കുടുംബത്തിന്റെ എല്ലാ പരിശുദ്ധനായ കർത്താവ് നൽകി പരിപാലിച്ചു കൊള്ളണമേ. കർത്താവെ, ഞങ്ങളുടെ പാരിഷിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം നൽകി കാത്തുകൊള്ളണമേ. അവരുടെ പ്രാർത്ഥനയാണല്ലോ ഞങ്ങളുടെ ഓരോരുത്തരുടെയും വളർച്ച. കർത്താവെ, അവരുടെ ദീർഘായുസ്സോടെ ബലപ്പെടുത്തി ഓരോ ദിവസവും പരിപാലിച്ചുകൊണ്ടിരിക്കണമേ. കർത്താവിന്റെ കൃപയും എല്ലാ ദൈവമക്കളെയും സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് യാചിക്കുന്നു. ഇന്ന് ആരാധിക്കുന്ന ആരാധന സമൂഹത്തിൽ മുഴുവനായി യേശുവിന്റെ കരങ്ങളിലേക്ക് ഫലമർപ്പിക്കുന്നു. പരിശുദ്ധനായ കർത്താവ് കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. കരുണയുള്ള കർത്താവെ, പ്രത്യേകിച്ച് കോവിഡ് അതിന്റെ തീവ്രതയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക സമയം കർത്താവെ, പകർച്ചവ്യാധികളിൽ നിന്ന്, ഈ മഹാമാരിയിൽ നിന്ന് ജനത്തെ അവിടെ രക്ഷിക്കണമേ. ഭയന്നിരിക്കുന്ന ജനത്തിന്റെ മധ്യേ സമാധാനപരമുള്ള ഈ ജനത്തെ സംരക്ഷിക്കണമേ. കർത്താവ് കാത്തുകൊള്ളണമേ എന്ന് യാചിക്കുന്നു. ഇതിന്റെ തീവ്രമായ അനുഭവത്തെ അവിടുന്ന് കുറയ്ക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ സമയം വിദേശങ്ങളിലും വിവിധ സ്റ്റേറ്റുകളിലും സ്വദേശത്തും ഒക്കെ ആയിരുന്നു വിവിധ ഇടങ്ങളിൽ കുടുംബഭവനങ്ങളോട് ചേർന്ന് കർത്താവെ, വിവിധ ഇടങ്ങളിൽ ആരാധിക്കുന്ന ആരാധന സമൂഹത്തെ കർത്താവ് അനുഗ്രഹിച്ചു കൊള്ളണമേ. ദൈവത്തിന്റെ കൃപയിൽ ഞങ്ങൾ ഇവരെ എല്ലാവരെയും ഫലമേൽപ്പിക്കുന്നു. കാത്തുകൊള്ളണമേ. ഈ ആഴ്ചയെ ദൈവം അനുഗ്രഹിക്കണമേ. ഓണക്കാലമാണല്ലോ കർത്താവെ, ദൈവം എല്ലാവരെയും അവിടെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും
ഞങ്ങളുടെ